ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതി അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറിനെ ഇന്ന് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നറിയുന്നു. കല കൊല്ലപ്പെട്ട കാലയളവ് മുതൽ നാസറുമായി തുടർച്ചയായി അനിൽകുമാർ ഫോണിൽ ബന്ധപ്പെട്ടതുമായി രേഖകൾ ഉണ്ട്. പോലീസ് ചോദ്യം ചെയ്തതിനിടയിലും അനിൽകുമാർ വിളിച്ച് അന്വേഷണത്തെ സംബന്ധിച്ച വിവരങ്ങൾ തേടിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജയശങ്കർ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എന്തായാലും ഈ മാന്നാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പോലീസിന് പുതിയ ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ മുഖ്യപ്രതി അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറുമായി ബന്ധപ്പെട്ട ആണ് പുതിയ വിവരങ്ങൾ. ഈ നാസർ അനിൽകുമാറുമായി നിരന്തരം ബന്ധം വെക്കുന്നു എന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ കൊലപാതകം നടന്നു എന്ന് കരുതപ്പെടുന്ന 2009 കാലഘട്ടത്തിൽ നിരന്തരമായി ഇവർ തമ്മിൽ ബന്ധം വെച്ചിരുന്നു, നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു വാഹനത്തിൽ, ഒരു സ്പിരിറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകളായിരുന്നു. ആ കാലഘട്ടത്തിലെ ബന്ധം പിന്നീടും തുടർന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ നാസറിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചറിയാനാണ് ചോദ്യം ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ ഇയാൾ ഈ ചോദ്യം ചെയ്യുന്ന ഇടയിലും അനിൽകുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ അനിൽകുമാറിന് ചോർത്തി നൽകി എന്നാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അനിൽകുമാറിനെ, എൻ്റെ സുഹൃത്തായ നാസറിനെ വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചു വരുത്തിയത്. ഇയാൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇടുക്കിയിലെ നെടുങ്കണ്ടത്താണ് താമസിച്ചു വരുന്നത്. ആ മാന്നാർ സ്വദേശി തന്നെയാണ്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ഒപ്പം തന്നെ അനിൽകുമാറിന് കൃത്യമായി ഇസ്രായേലിലേക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നു. പോലീസ് ഉൾപ്പെടെ അനിൽകുമാറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഈ സുഹൃത്ത് നാസർ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് ഇയാളെ വിളിച്ചു വരുത്തുന്നത്. ഇയാൾ വ്യക്തമായൊരു ഉത്തരം നൽകിയില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള 3 പേരെ 3 സ്റ്റേഷനുകളിലാക്കിക്കൊണ്ടാണ്, നെടുങ്കണ്ടം, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള 3 സ്റ്റേഷനുകളിൽ ഒറ്റയ്ക്കിരുത്തി വെവ്വേറെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും അനിൽകുമാർ എത്തണം എന്നതാണ് പോലീസിന് മുമ്പിലെ നിലവിലെ പ്രതിസന്ധി. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇന്റർപോളിന്റെ ഉൾപ്പെടെ സഹായം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ കുടുംബം ഇക്കാര്യത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലപാടും പോലീസിനുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്നും നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്.